നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ദേശീയ രാഷ്ട്രീയം ചൂടുപിടിക്കുന്നു. ജൂൺ 18 നടക്കുന്ന തെരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ജൂൺ 8 പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും സ്ഥാനാർത്ഥി നിർണയത്തിനുമുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ക്രോസ് വോട്ടിംഗ് സാധ്യതകൾ ഇരു മുന്നണികളെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നിലവിൽ രാജ്യസഭയിൽ 148 MPമാരുള്ള NDA ഈ തെരഞ്ഞെടുപ്പോടെ തങ്ങളുടെ അംഗസംഖ്യ 150 കടത്താമെന്ന പ്രതീക്ഷയിലാണ്. 27 സീറ്റുകളിൽ 17 മുതൽ 18 വരെ സീറ്റുകൾ നേടാനായാൽ സഭയിൽ 3-2 ഭൂരിപക്ഷത്തിലേക്ക് മുന്നണി കൂടുതൽ അടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, രവനീത് സിംഗ് ബിട്ടു തുടങ്ങിയ പ്രമുഖരുടെ കാലാവധി തീരുന്ന സാഹചര്യത്തിലാണ് ഈ നിർണായക തെരഞ്ഞെടുപ്പ്. ഇതിൽ ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നും ബിട്ടു രാജസ്ഥാനിൽ നിന്നും BJP സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ സാധ്യതയുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നത് രാഷ്ട്രീയ കക്ഷികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. മധ്യപ്രദേശിൽ ഒരു സീറ്റ് ഉറപ്പിക്കാൻ കോൺഗ്രസിന് ആവശ്യമായ ഭൂരിപക്ഷമുണ്ടെങ്കിലും 6 വോട്ടുകളുടെ മാത്രം അധിക പിന്തുണയുള്ളത് ക്രോസ് വോട്ടിംഗ് ഭീഷണി ഉയർത്തുന്നു. ദിഗ്വിജയ് സിംഗ് ഇത്തവണ മത്സരത്തിനില്ലെന്ന് വ്യക്തമാക്കിയതോടെ കോൺഗ്രസിന് അവിടെ കരുത്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. കർണാടകയിൽ നിന്നുള്ള മല്ലികാർജുൻ ഖാർഗെയുടെ തിരഞ്ഞെടുപ്പ് ഏകദേശം ഉറപ്പാണ്. രാജസ്ഥാനിൽ BJP 2 സീറ്റുകളും കോൺഗ്രസ് 1 സീറ്റ് നേടുമെന്ന് കരുതപ്പെടുന്നു. അശോക് ഗെഹ്ലോട്ട്, പവൻ ഖേര എന്നിവരാണ് കോൺഗ്രസിന്റെ പരിഗണനയിലുള്ളത്. ഗുജറാത്തിൽ ചരിത്രത്തിൽ ആദ്യമായി രാജ്യസഭയിൽ കോൺഗ്രസിന് പ്രാതിനിധ്യമില്ലാത്ത സാഹചര്യം ഉണ്ടായേക്കാം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ മറ്റൊരു വശം. നിലവിലെ ഏക MP ശക്തി സിംഗ് ഗോഹിലിന്റെ കാലാവധി ജൂൺ 21 തീരുന്നതോടെ മതിയായ MLAമാരുടെ പിന്തുണയില്ലാത്തതും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും. ജാർഖണ്ഡിൽ ഭരണകക്ഷിയായ JMM പിന്തുണയോടെ 1 സീറ്റ് നേടാമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഷിബു സോറന്റെ മരണം മൂലം ഒഴിവ് വന്ന സീറ്റിലടക്കം 3 തെരഞ്ഞെടുപ്പുകളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. എന്താണ് ഈ ലോക്സഭയും രാജ്യസഭയും? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ജനാധിപത്യം എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഭരണ സംവിധാനം. രാജ്യത്തെ വോട്ടവകാശമുള്ള, അതായത് 18 വയസ്സ് പൂർത്തിയായ പൗരന്മാർ ചേർന്നാണ് തങ്ങളെ ഭരിക്കേണ്ടവരെ തെരഞ്ഞെടുക്കുന്നത് എന്നർത്ഥം. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ പ്രധാന ജോലിയാണ് നിയമനിർമ്മാണം. ജനങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കലാണ് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും കോടതികളുടെയും എല്ലാം ജോലി. അപ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വില മനസ്സിലായില്ലേ? കേന്ദ്രത്തിൽ പാർലമെന്റും സംസ്ഥാനങ്ങളിൽ നിയമസഭകളുമാണ് നിയമനിർമ്മാണ സഭകൾ. ഇതിനു താഴെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭകൾ, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ ജനപ്രതിനിധികളുടെ സഭകൾ ഉണ്ടെങ്കിലും ഇവർക്കൊന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരമില്ല. പ്രാദേശിക തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നികുതി പിരിവുമെല്ലാമാണ് ഇവരുടെ പ്രധാന ചുമതലകൾ. പാർലമെന്റിനെ ഭരണഘടന ഭേദഗതി ചെയ്യാനും രാഷ്ട്രപതിയെയും സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെയും പുറത്താക്കാനും വരെ അധികാരമുണ്ട്. രാജ്യഭരണത്തിന് മേൽനോട്ടം വഹിക്കുക, ബജറ്റ് പാസാക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും വികസന പദ്ധതികളും അന്താരാഷ്ട്ര ബന്ധങ്ങളും ദേശീയ നയങ്ങളും എല്ലാം ചർച്ച ചെയ്യുക തുടങ്ങിയവയും പാർലമെന്റിന്റെ ചുമതലകളാണ്. ഹിന്ദിയിൽ ലോക് എന്നാൽ ജനം, അപ്പോൾ ലോക്സഭ എന്നാൽ ജനസഭ. ഇതിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഭരണഘടന അനുസരിച്ച് ലോക്സഭയിലെ പരമാവധി അംഗസംഖ്യ 552 ആണ്. 530 അംഗങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 20 പേർ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ജയിച്ചെത്തുന്നു. ആംഗ്ലോ ഇന്ത്യക്കാർക്ക് സഭയിൽ മതിയായ പ്രാതിനിധ്യമില്ലെന്ന് രാഷ്ട്രപതിക്ക് തോന്നുകയാണെങ്കിൽ 2 സീറ്റിലേക്കും അവരുടെ പ്രതിനിധികളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സഭയിൽ മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനായി ഏതാനും സീറ്റുകൾ അവർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ആകെ സീറ്റിനെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി വീതിച്ചിരിക്കുന്നു. 18 വയസ്സ് പൂർത്തിയായവർക്ക് ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യാമെങ്കിലും മത്സരിക്കാൻ 25 തികയണം. ഇന്ത്യൻ പൗരനായിരിക്കണം. മറ്റൊരു യോഗ്യതയും നിർബന്ധമില്ല. രാജ്യത്തെ ഏത് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും ചെയ്യാം. 5 വർഷമാണ് ലോക്സഭയുടെ കാലാവധി. എന്നാൽ അടിയന്തരാവസ്ഥ പ്രാബല്യത്തിലുണ്ടെങ്കിൽ പാർലമെന്റിന് ഇതൊരു സമയം 1 വർഷം എന്ന തോതിൽ നീട്ടിയെടുക്കാം. പ്രധാനമന്ത്രി ശുപാർശ ചെയ്താൽ രാഷ്ട്രപതിക്ക് ലോക്സഭ പിരിച്ചുവിടാം. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സഭ നിയന്ത്രിക്കും. രാജ്യസഭ എന്നാൽ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ അടങ്ങുന്ന സഭയാണ്. രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ 250 ആണ്.
സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച് 238 പേരും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന 12 പേരും ഉണ്ടാകും. 6 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുക. ലോക്സഭയിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യസഭ സ്ഥിരം സഭയാണ്. ഇതൊരിക്കലും പിരിച്ചുവിടുന്നില്ല. പക്ഷേ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും 6 വർഷ കാലാവധി പൂർത്തിയാക്കി പിരിഞ്ഞു പോകുന്നു. പകരം അത്രയും പേർ പുതുതായി വരും. 2 വർഷം കഴിയുമ്പോൾ കാലാവധി പൂർത്തിയാക്കി അടുത്ത 1/3 സംഘം പിരിയുന്നു. അതുകൊണ്ട് തന്നെ രാജ്യസഭ എല്ലാ കാലത്തും നിലവിലുണ്ടാകും. അംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ജനങ്ങൾക്ക് നേരിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാവില്ല. ആനുപാതിക പ്രാതിനിധ്യ വോട്ടിംഗ് രീതി അനുസരിച്ച് അതത് സംസ്ഥാനത്തെ നിയമസഭാ അംഗങ്ങൾക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളത്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ രാജ്യത്തു നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം കണക്കാക്കുന്നത്. കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനത്തിന് കൂടുതൽ പ്രതിനിധികൾ ഉണ്ടാകും. കേരളത്തിന്റെ രാജ്യസഭാ പ്രാതിനിധ്യം 9 ആണ്. ഇവരെ കേരളത്തിൽ MLA-മാർ ചേർന്ന് തെരഞ്ഞെടുക്കുന്നു. രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള ചുരുങ്ങിയ പ്രായം 30 ആണ്. ലോക്സഭാ അധ്യക്ഷനെ സ്പീക്കർ എന്ന് വിളിക്കുമ്പോൾ രാജ്യസഭാ അധ്യക്ഷൻ ചെയർമാൻ എന്നാണ് അറിയപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിലുമുണ്ട് വ്യത്യാസം. ലോക്സഭാ സ്പീക്കറായി തങ്ങളിൽ ഒരാളെ ലോക്സഭാ അംഗങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുമ്പോൾ രാജ്യസഭാ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതിൽ അതിലെ അംഗങ്ങൾ മാത്രമല്ല ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റിന്റെ 2 സഭകളും ചേർന്നാണെന്ന് അറിയാമല്ലോ. ഇദ്ദേഹത്തിന്റെ അഭാവത്തിൽ സഭ നിയന്ത്രിക്കാനായി ഡെപ്യൂട്ടി ചെയർമാനെ രാജ്യസഭയിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കും. 2 സഭകളിൽ ലോക്സഭയ്ക്കാണ് പ്രാമുഖ്യം. സാധാരണ നിയമനിർമ്മാണങ്ങളിൽ രാജ്യസഭയ്ക്ക് തുല്യ അധികാരമുണ്ടെങ്കിലും ധനകാര്യങ്ങളിൽ ലോക്സഭയ്ക്കാണ് പരമാധികാരം. മറ്റേത് ബില്ലുകളും ആദ്യമായി രാജ്യസഭയിൽ അവതരിപ്പിക്കാമെങ്കിലും ധനബില്ലുകൾ ലോക്സഭയിലെ അവതരിപ്പിക്കാവൂ. ലോക്സഭ പാസാക്കിയ ധന ഇതര ബില്ലുകളും മറ്റും നിയമമാകണമെങ്കിൽ രാജ്യസഭയുടെ കൂടി അംഗീകാരം ആവശ്യമാണ്. എന്നാൽ ധനബില്ലുകൾ ലോക്സഭ പാസാക്കിയാൽ രാജ്യസഭയ്ക്ക് അംഗീകരിക്കുകയേ നിവർത്തിയുള്ളൂ. പരമാവധി 14 ദിവസം വെച്ച് താമസിപ്പിക്കാമെന്ന് മാത്രം. ഖജനാവിൽ നിന്ന് പൊതു ആവശ്യത്തിനായി പണമെടുക്കാനാണ് ധനബില്ലുകൾ പാസാക്കുന്നത്. രാജ്യസഭാ അംഗങ്ങൾക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ ചേരാമെങ്കിലും മന്ത്രിസഭയെ പുറത്താക്കാനായി അവിശ്വാസ പ്രമേയം പാസാക്കാൻ ലോക്സഭയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വവും ലോക്സഭയോടാണ്. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ളിടത്തോളം കാലമേ സർക്കാരിനെ അധികാരത്തിൽ തുടരാനാവൂ. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ ദശകങ്ങൾ നീണ്ട ആധിപത്യം തകർത്ത് BJP ചരിത്ര വിജയം നേടിയെങ്കിലും രാജ്യസഭയുടെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചെടുക്കാൻ NDA സഖ്യം ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ബംഗാളിലെ ഈ മിന്നും വിജയം പാർട്ടിക്ക് ദേശീയ തലത്തിൽ വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ടെങ്കിലും പാർലമെന്റിന്റെ ഉപരിസഭയിൽ ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങൾ ഏകപക്ഷീയമായി കൈക്കൊള്ളാൻ ആവശ്യമായ 3/2 ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ BJPക്ക് 2029 വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. അടുത്തിടെ ആം ആദ്മി പാർട്ടിയുടെ 7 രാജ്യസഭാ അംഗങ്ങൾ BJPയിൽ ലയിച്ചതും നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയൊരു രാഷ്ട്രീയ വിജയമായിരുന്നു. ഈ ലയനത്തോടെ 245 അംഗങ്ങളുള്ള രാജ്യസഭയിൽ NDAയുടെ ആകെ അംഗബലം 148 ആയി ഉയർന്നു. എങ്കിലും ബില്ലുകൾ പാസാക്കാൻ ആവശ്യമായ 123 എന്ന കേവല ഭൂരിപക്ഷം സഖ്യത്തിനുണ്ടെങ്കിലും സഭയിലെ മൊത്തം അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം എന്ന 161 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ ഇനിയും 15 സീറ്റുകളുടെ കുറവുണ്ട്. ഈ വിടവ് നികത്തുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ BJPക്ക് എളുപ്പമല്ല. ബംഗാൾ നിയമസഭയിൽ BJP നേടിയ സീറ്റുകളുടെ വർധനവ് രാജ്യസഭാ സീറ്റുകളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാൻ സമയമെടുക്കും എന്നതാണ് പ്രധാന പ്രതിസന്ധി. ഈ വർഷം രാജ്യസഭയിൽ ഒഴിവ് വരുന്ന 35 സീറ്റുകളിൽ ഒന്നുപോലും ബംഗാളിൽ നിന്നുള്ളതല്ല. ബംഗാളിൽ നിന്നുള്ള 6 രാജ്യസഭ ഒഴിവുകൾ വരുന്നത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണ്. നിലവിലെ നിയമസഭാ കണക്കുകൾ പ്രകാരം ഇതിൽ 4 സീറ്റുകൾ NDAക്ക് ലഭിക്കുമെങ്കിലും അത് ഉപരിസഭയിലെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഉടനടി സഹായിക്കില്ല. നിലവിൽ രാജ്യസഭയിൽ BJPക്ക് മാത്രമായി 113 MPമാരാണുള്ളത്. AIADMK, JDU, NCP തുടങ്ങിയ ഘടകകക്ഷികളുടെ പിന്തുണയോടെയാണ് NDA 148 നിൽക്കുന്നത്. BJPയിൽ ഔദ്യോഗികമായി ചേരാത്ത 7 നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും വിവിധ പ്രാദേശിക പാർട്ടികളും സഖ്യത്തിന് പുറത്തുനിന്ന് പിന്തുണ നൽകുന്നുണ്ട്. എന്നിരുന്നാലും പ്രതിപക്ഷ പാർട്ടികൾക്ക് ശക്തമായ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള
ഒഴിവുകൾ നികത്തപ്പെടുന്നത് വരെ ബി.ജെ.പിക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും. 2028 അവസാനത്തോടെ രാജ്യത്തെ 22 സംസ്ഥാനങ്ങളായി 83 രാജ്യസഭാ ഒഴിവുകൾ വരുന്നുണ്ട്. ഇതിൽ 51 സീറ്റുകൾ എൻ.ഡി.എക്ക് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ. അപ്പോഴും സഖ്യത്തിന്റെ ആകെ അംഗബലം 152 മാത്രമാണ് എത്തുക. 163 എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ പഞ്ചാബ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂടി ബി.ജെ.പിക്ക് വൻ മുന്നേറ്റം അനിവാര്യമാണ്. പഞ്ചാബിൽ നിന്നുള്ള 7 സീറ്റുകളിൽ 6 എണ്ണം നിലവിൽ എൻ.ഡി.എയുടെ പക്കലാണെങ്കിലും അത് കൂറുമാറ്റത്തിലൂടെ ലഭിച്ചതാണ് എന്നതിനാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നിർണായകമാണ്. കേരളം, തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യവും ബി.ജെ.പിയുടെ രാജ്യസഭാ സ്വപ്നങ്ങൾക്ക് വെല്ലുവിളിയാണ്. കേരളത്തിൽ 2027 ഏപ്രിലിൽ 3 ഒഴിവുകൾ വരുന്നുണ്ടെങ്കിലും അവിടെ ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയില്ല. തമിഴ്നാട്ടിൽ 2028 6 ഒഴിവുകൾ വരുന്നുണ്ട്. ഇവിടെ വിജയുടെ ടി.വിക്ക് പോലുള്ള പുതിയ കക്ഷികളുമായുള്ള സഖ്യ സാധ്യതകൾ ബി.ജെ.പി തേടുന്നുണ്ടെങ്കിലും അത് രാജ്യസഭാ സീറ്റുകളായി മാറുമോ എന്ന് കണ്ടറിയണം. ഹിമാചൽ പ്രദേശ്, കർണാടക, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 2027-28 കാലയളവിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രാജ്യസഭയിലെ ബി.ജെ.പിയുടെ കരുത്ത് നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. ഉത്തർപ്രദേശിലെ 31 രാജ്യസഭാ സീറ്റുകളിൽ 24 എണ്ണവും നിലവിൽ ബി.ജെ.പിയുടെ പക്കലാണ്. അത് നിലനിർത്തുക എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി ഉയർത്തുന്ന വെല്ലുവിളി ബി.ജെ.പി ഗൗരവത്തോടെയാണ് കാണുന്നത്. ബി.ജെ.പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇപ്പോൾ 2029 കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ബംഗാളിൽ നേടിയ വിജയം ഒരു തുടക്കം മാത്രമാണെന്നും അത് രാജ്യസഭയിൽ പൂർണ്ണ ആധിപത്യമായി മാറാൻ വർഷങ്ങളുടെ പ്രയത്നം ആവശ്യമാണെന്നും നേതൃത്വത്തിനറിയാം. നരേന്ദ്രമോദിയുടെ 3ാം ഊഴത്തിൽ സുപ്രധാന ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ബി.ജെ.പിക്ക് രാജ്യസഭയിലെ ഈ സഖ്യബലം വലിയൊരു കടമ്പയാണ്. പ്രതിപക്ഷ നിരയിൽ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട തകർച്ച ബി.ജെ.പിക്ക് ഗുണകരമാകുമെങ്കിലും മറ്റു പ്രാദേശിക കക്ഷികൾ ഒന്നിച്ചു നിൽക്കുന്നത് എൻ.ഡി.എക്ക് വെല്ലുവിളിയാണ്. കോൺഗ്രസ് പല സംസ്ഥാനങ്ങളും പ്രാദേശിക കക്ഷികളുമായി ചേർന്ന് ബി.ജെ.പിയുടെ രാജ്യസഭാ മുന്നേറ്റത്തെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ബംഗാളിലെ വിജയത്തിന് ശേഷം തമിഴ്നാട്ടിലും യു.പിയിലും സമാനമായ അട്ടിമറികൾ നടന്നാൽ മാത്രമേ ബി.ജെ.പിക്ക് സുരക്ഷിതമായ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കഴിയൂ. ചുരുക്കത്തിൽ ലോക്സഭയിലും ബംഗാൾ നിയമസഭയിലും കരുത്ത് തെളിയിച്ച ബി.ജെ.പിക്ക് രാജ്യസഭയിൽ പൂർണ്ണ ആധിപത്യം ലഭിക്കാൻ 2029 പൊതു തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. അതുവരെ ഓരോ ബില്ലും പാസാക്കാൻ ഇതര കക്ഷികളുടെ സഹായം തേടേണ്ടി വരുന്ന സാഹചര്യം തുടരും. ബംഗാളിലെ വിജയം നൽകുന്ന ആവേശം ഉൾക്കൊണ്ട് വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കൂടി മേധാവിത്വം ഉറപ്പിക്കാനാണ് ബി.ജെ.പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള തുടക്കമാണ് സംഭവിക്കാൻ പോകുന്നത്.